ഇന്ത്യൻ കരസേനയുടെയും വ്യോമസേനയുടെയും കരുത്തുയർത്താൻ 45,000 കോടി രൂപയുടെ പുതുപദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 156 ലഘു യുദ്ധ ഹെലികോപ്റ്ററുകൾ വാങ്ങാനും കേന്ദ്രം പദ്ധതിയിട്ടിട്ടുണ്ട്. പദ്ധതിക്കായുള്ള അന്തിമ അംഗീകാരം കേന്ദ്രമന്ത്രിസഭ ഉടൻ നൽകുമെന്ന വിവരമാണ് ലഭ്യമാകുന്നത്. ഇതുകൂടാതെ അത്യാധുനിക ആർട്ടിലറി ഗൺ സംവിധാനം വാങ്ങുന്നതിനായുള്ള 6,900 കോടി രൂപയുടെ കരാറുകളിലും പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെച്ചു കഴിഞ്ഞു. ഭാരത് ഫോർജ് ലിമിറ്റഡുമായും ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡുമായാണ് പ്രതിരോധ മന്ത്രാലയം ഈ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 155 mm/52 കാലിബർ അഡ്വാൻസ്ഡ് ഡോവ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റങ്ങൾ, ഉയർന്ന ക്ഷമതയുള്ള യുദ്ധമുഖ വാഹനങ്ങൾ, ഗൺ വാഹക വാഹനങ്ങൾ എന്നിവ വാങ്ങുന്നതിനായുള്ള കരാറാണ് ഒപ്പുവയ്ക്കപ്പെട്ടിരിക്കുന്നത്. പ്രതിരോധ രംഗത്തെ പൊതുമേഖലാ കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ച പ്രചണ്ഡ് ഹെലികോപ്റ്ററുകളാണ് പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാജ്യത്തെ അതിർത്തികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി വിന്യസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ രാജ്യത്തെ സേനകളിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന 156 നവീന പ്രചണ്ഡ് ഹെലികോപ്റ്ററുകളിൽ 90 എണ്ണം കരസേനയ്ക്കും 66 എണ്ണം വ്യോമസേനയ്ക്കും ലഭ്യമാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഹെലികോപ്റ്ററുകൾ പ്രധാനമായും ചൈനയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി മേഖലകളിലാകും വിന്യസിക്കുക. 70 mm റോക്കറ്റ് ലോഞ്ചറുകൾ ഉൾപ്പെടെ അത്യാധുനിക ആയുധശേഷിയുള്ള ഹെലികോപ്റ്ററുകളാണ് പ്രചണ്ഡ്. ഇവയ്ക്ക് ഏത് വ്യത്യസ്ത കാലാവസ്ഥയിലും ദുർഘട ഭൂപ്രദേശങ്ങളിലൂടെയും ആയുധങ്ങളും ഇന്ധനവുമായി പറന്നുയർന്ന് എതിരാളിയുടെ വ്യോമ പ്രതിരോധം തകർക്കാനാകും. മണിക്കൂറിൽ 268 കിലോമീറ്റർ പരമാവധി വേഗതയുള്ള ഇവയുടെ പ്രവർത്തന ദൂരപരിധി 700 കിലോമീറ്ററാണ്. പ്രചണ്ഡ് ഹെലികോപ്റ്ററുകളുടെ നിർമ്മാണത്തിനുപയോഗിച്ച സാമഗ്രികളിൽ 45% തദ്ദേശീയമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സംഘർഷ സാധ്യതാ മേഖലകളായ സിയാച്ചിൻ, കിഴക്കൻ ലഡാക്ക് എന്നിവിടങ്ങളിൽ വിനിയോഗപ്പെടുത്താൻ അനുയോജ്യമാണ് പ്രചണ്ഡ് ഹെലികോപ്റ്ററുകൾ. ഇവയ്ക്ക് 16,400 അടി ഉയരത്തിൽ വരെ പറന്നുയർന്ന് പ്രവർത്തിക്കാനും താഴ്ന്നിറങ്ങാനും കഴിയും. ഇത്തരം ശേഷിയുള്ള ലോകത്തിലെ തന്നെ ഏക തദ്ദേശീയ ആക്രമണ ഹെലികോപ്റ്റർ എന്ന സവിശേഷതയും പ്രചണ്ഡിനുണ്ട്. ഇവ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത ഉയരങ്ങളിൽ നടത്തിയ പരീക്ഷണ പറക്കലുകൾ വിജയം കണ്ടതിനു ശേഷമാണ് സൈന്യത്തിന്റെ ഭാഗമാക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. പ്രചണ്ഡ് ഹെലികോപ്റ്ററുകളുടെ വിന്യാസം ലക്ഷ്യമിട്ടുള്ള ഈ പുതിയ പദ്ധതിയെ രാജ്യസുരക്ഷയ്ക്കായുള്ള വൻ ചുവടുവയ്പ്പെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ കേന്ദ്ര സർക്കാർ ലഘു ഹെലികോപ്റ്റർ വിന്യാസം, ആയുധ നവീകരണം എന്നിവയ്ക്കായി ആസൂത്രണം ചെയ്തിരിക്കുന്ന പുതിയ നിർണായക പദ്ധതികൾ രാജ്യത്തിന്റെ സൈനിക ബലം വർദ്ധിപ്പിക്കുന്നതിന് ഉചിതമാണ്. അതിർത്തികളിലെ സുരക്ഷ ഊട്ടിയുറപ്പിക്കുന്നതിനും നിരീക്ഷണങ്ങൾ ശക്തമാക്കുന്നതിനുമൊപ്പം ത്വരിത സൈനിക ഇടപെടലിനുള്ള സംവിധാനങ്ങളുമാണ് ഈ പദ്ധതികളിലൂടെ സൈന്യത്തിന്റെ ഭാഗമാകാൻ പോകുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.